ഒന്നിനും പണം തികയുന്നില്ല, ചിലവ് കൂടും. എത്രയും വേഗം ഈ വസ്തുക്കൾ വീട്ടിൽ നിന്ന് മാറ്റിക്കോളൂ. സാമ്പത്തിക സമൃദ്ധി ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ അനാവശ്യ ചിലവുകളും ആകസ്മിക ധനനഷ്ടവും നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളുമെല്ലാം തകിടം മറിക്കും. വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടിൽ സാമ്പത്തിക സമൃദ്ധി കൈവരണമെങ്കിൽ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ചിലതെല്ലാം വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയും ചിലത് വീട്ടിൽ കൊണ്ടുവരികയും വേണം. ചില വസ്തുക്കളുടെ സാന്നിധ്യമുള്ള വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകില്ലെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇവയുടെ സാന്നിധ്യം ധനനഷ്ടത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വാസ്തുശാസ്ത്രം അനുസരിച്ച് വീട്ടിൽ ഭാഗ്യക്കേട് കൊണ്ടുവരുന്ന ധനനഷ്ടം ഉണ്ടാക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം. എത്രയും വേഗം ഇവ വീട്ടിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക. ഉടഞ്ഞ വിഗ്രഹങ്ങൾ. വീട്ടിൽ പൊട്ടിയ നിലയിൽ ഏതെങ്കിലും ദൈവങ്ങളുടെ ഫോട്ടോകളോ രൂപങ്ങളോ ഉണ്ടെങ്കിൽ അത് സാമ്പത്തിക നഷ്ടവും നെഗറ്റിവിറ്റിയും ഉണ്ടാക്കും. വീട്ടിൽ അത്തരത്തിൽ ഏതെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ എത്രയും വേഗം ഒഴിവാക്കുക. അതുമാത്രമല്ല, പൂജാമുറിയിലോ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലോ ഉള്ള പൊട്ടിയ ഏതൊരു വസ്തുവും എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റേണ്ടതാണ്. കേടുപാട് വന്ന ഫർണിച്ചർ. മേശയോ കസേരയോ അങ്ങനെ പൊട്ടിയ നിലയിലുള്ള ഫർണിച്ചറുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് അശുഭകരമാണ്. വാസ്തുശാസ്ത്രം അനുസരിച്ച് അത്തരം വസ്തുക്കൾ വീടിന് ദോഷം വരുത്തി വയ്ക്കുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് അത്തരം വസ്തുക്കൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. കത്തിയ വിളക്കോ മെഴുകുതിരിയോ. ഒരിക്കൽ കത്തിച്ച വിളക്കുതിരിയോ മെഴുകുതിരിയോ വീണ്ടും ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം കത്തിച്ച വിളക്കോ തിരിയോ വീണ്ടും ഉപയോഗിക്കുന്നത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പഴയതും ഉപയോഗമല്ലാത്തതുമായ വസ്ത്രം. കീറിയതും പഴകിയതും ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ വീട്ടിൽ കുന്നുകൂടി കിടക്കുകയും സൂക്ഷിച്ചു വയ്ക്കുന്നതും അശുഭകരമാണ്. ഇവയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് വീട്ടിൽ നെഗറ്റീവ് എനർജിയും കൂടുന്നു. അത്തരം വസ്തുക്കൾ ഉടൻ മാറ്റുകയോ ഉപയോഗശൂന്യമാക്കി കളയുകയോ ആവശ്യക്കാർക്ക് കൊടുക്കുകയോ ചെയ്യുക. ഉണങ്ങിയ പൂക്കൾ, ഇലകൾ. വീടിനുള്ളിലെ ഓരോ ചെറിയ വസ്തുക്കളും ആ വീട്ടിലെ അന്തരീക്ഷത്തെയും ഊർജ്ജനിലയെയും ബാധിക്കുന്നുണ്ട്. വാസ്തുശാസ്ത്രം പറയുന്നു, ഉണങ്ങിയ പൂക്കളോ ഇലകളോ ചെടിയോ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കാതിരിക്കുക. കാരണം ഇവ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കും. അതേസമയം ഫ്രഷ് ആയ പൂക്കളും ചെടികളും വീട്ടിൽ വയ്ക്കുന്നത് ശുഭകരമാണ്. അനാവശ്യ സാധനങ്ങൾ. വീട്ടിൽ അനാവശ്യമായ പഴയ വസ്തുക്കൾ കുന്നുകൂടി കിടക്കുന്നത് ഒട്ടും നല്ലതല്ല. ആവശ്യമില്ലെന്ന് തോന്നുന്നവ അപ്പോൾ നീക്കം ചെയ്യുക. രണ്ടു മനസ്സിൽ വേണ്ടാത്ത ഒരു സാധനവും വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക. അത്തരം വസ്തുക്കൾ ശനിദോഷവും രാഹുദോഷവും വിളിച്ചു വരുത്തുമെന്നാണ് പറയുന്നത്. ഈ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വീട് എപ്പോഴും അനാവശ്യ വസ്തുക്കൾ ഇല്ലാതെ വൃത്തിയാക്കി വയ്ക്കുക. നിന്നുപോയ ഘടികാരം. ഘടികാരം സമയം അറിയുവാനുള്ളതാണ്. പ്രവർത്തിക്കാത്ത ഘടികാരം സമയത്തിനും ധനത്തിനും തടസ്സമായി വർത്തിക്കും. ഒന്നുകിൽ അവ കേടുപാട് തീർത്ത് വീണ്ടും പ്രവർത്തന സജ്ജമാക്കുക. അതിന് കഴിയാത്ത പക്ഷം അത് ഉപേക്ഷിക്കുക. കാരണം ഓടാത്ത ഘടികാരം വീട്ടിൽ വയ്ക്കുന്നത് ആ വീടിനും വീട്ടിലുള്ളവർക്കും പുരോഗതി നൽകുകയില്ല. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് വീട്ടിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക.